ഇന്നൊരു ലെവൽ ടെസ്റ്റാണ്. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുത്തിട്ട് ഇതിൻ്റെ മെച്ചപ്പെട്ട ലെവൽ ഓരോ ദിവസവും ആവർത്തിച്ച് പരിശീലിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് പഠിക്കുക എന്നുള്ള ഒരു വെർബ് വെച്ചുള്ള 17 ആശയങ്ങളാണ്. പ്ലസ് ആകുന്നു, ആയിരുന്നു, ആകും എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഉണ്ട്, ഉണ്ടായിരുന്നു, ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ ലെവൽ ടെസ്റ്റിനായിട്ട് പേപ്പറൊക്കെ എടുത്ത് പേനയൊക്കെ എടുത്ത് തയ്യാറെടുക്കുക. അപ്പോൾ നമുക്ക് ആവർത്തിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്, ഒന്നാമത്തെ ആശയം. രണ്ടാമത്തത്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, രണ്ടാമത്തെ ആശയം. ഐഡിയ നമ്പർ 3, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് അഥവാ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് 4th, ഞാൻ ഇംഗ്ലീഷ് പഠനം തുടർന്നു വരികയാണ്. 5th, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു. 6th, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു. 7th, ഞാൻ പണ്ട് ഓർ വളരെ മുമ്പ് ഇംഗ്ലീഷ് പഠിച്ചിരുന്നു. 8th, ഞാൻ പണ്ട് ഓർ വളരെ മുൻപ് ഇംഗ്ലീഷ് പഠനം തുടർന്നു വരികയായിരുന്നു. നെക്സ്റ്റ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കും. നെക്സ്റ്റ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കും. നെക്സ്റ്റ്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. നെക്സ്റ്റ്, ഞാൻ ഇംഗ്ലീഷ് പഠനം തുടർന്ന് വരികയായിരിക്കും. ഇത് 12 ടെൻസാണ്, 12 ആശയമാണ്. ഒപ്പം തന്നെ അഡീഷണൽ ആശയങ്ങൾ. ഐഡിയ നമ്പർ 13, എനിക്ക് പഠിക്കാൻ കഴിയും. നെക്സ്റ്റ് 14, എനിക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. 15, എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. നെക്സ്റ്റ്, എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. ലാസ്റ്റ് 17th വൺ, ഞാൻ പഠിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പഠിക്കുക എന്നുള്ള വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ, എന്നുള്ള സബ്ജക്റ്റ് വെച്ച് ലോകത്ത് ഏതൊരാൾക്കും അവരെക്കുറിച്ച് സംസാരിക്കാനുള്ള 17 ആശയങ്ങൾ. ഇനി നമ്മൾ ആകുന്നു എന്നുള്ള ആശയമാണ്. അപ്പം ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു, ഞാനൊരു വിദ്യാർത്ഥിയാകും. അപ്പോൾ 18 ഞാനൊരു വിദ്യാർത്ഥിയാണ്, 19 ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു, 20 ഞാനൊരു വിദ്യാർത്ഥിയാകും. ഐഡിയ നമ്പർ 21, എനിക്കൊരു കാർ ഉണ്ട്. ഐഡിയ നമ്പർ 22, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. ഐഡിയ നമ്പർ 23, എനിക്കൊരു കാർ ഉണ്ടാകും. അപ്പോൾ ഈ 23 ആശയങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയേക്കുന്നത് കുറച്ച് പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് വാക്കുകൾ, അല്പം ബേസിക് ഗ്രാമർ, പിന്നെ ആശയങ്ങളാണ്. പോസിറ്റീവായിട്ട് 23 ആശയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്നൊന്ന് എഴുതുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്ര മാർക്ക് കിട്ടിയെന്നും എന്തൊക്കെ മാറ്റങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒന്ന് അറിയിച്ചാൽ സന്തോഷം. ഒപ്പം എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും ഒരു വാക്കെടുക്കുക. അപ്പോൾ വരും ദിവസങ്ങളിൽ കളിക്കുക, സഹായിക്കുക, നടക്കുക, പോവുക, വരിക, ഇത്തരത്തിലുള്ള വാക്കുകൾ വെച്ച് ഓരോ ദിവസങ്ങളിലും ആശയങ്ങൾ എഴുതി പഠിക്കുക, പറഞ്ഞു പഠിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, സോ എല്ലാവിധ ആശംസകളും.